അവനായി ഞാൻ ജീവിക്കുമേ, സ്തുതിഗീതികൾ പാടിയിടുമേ. കുറേ നാളുകളായി വലിയൊരു ജനക്കൂട്ടത്തിനിടയിലാണ് ക്രിസ്തു. ഇനി അതിൽ നിന്ന് അവൻ 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ഒത്തിരി നാളത്തെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ക്രിസ്തു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കോസ് സുവിശേഷകൻ വളരെ കൃത്യമായി ആ 12 പേരുടെയും പേര് വ്യക്തമായി എഴുതി വെച്ചു. ഈ പേരുകളാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. 12 പേരെയും വളരെ കൃത്യമായ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൽ തുടങ്ങി യൂദാസ് വരെ. പേരുകൾ ഓരോന്നും വായിച്ചപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് തോന്നിയത്. എന്തുമാത്രം കൃത്യതയോടെയാണ് സാധാരണ മനുഷ്യർ പിന്നീട് മനുഷ്യരെ പിടിക്കുന്നവരായത്. എന്തുമാത്രം നിഗൂഢതയാണ് ദൈവം മേൽ ഒളിപ്പിച്ചു വച്ചത്. ഇവരുടെ കരങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടന്നത്. ഇങ്ങനെ 12 പേരുടെയും പേര് വായിച്ച് ഏറ്റവും അവസാനത്തെ പേരെത്തിയപ്പോൾ ഉള്ളൽപ്പം പിടയുന്നുണ്ട്. കാരണം അവസാനത്തെ പേരിൽ മാത്രം ഒരു അഡ്ജക്റ്റീവ് എന്തുകൊണ്ടോ മാർക്കോസ് സുവിശേഷകൻ ചേർത്ത് വെച്ചു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. വല്ലാണ്ട് പിടയ്ക്കുന്ന ഒരു പേരാണിത്. ഭൂമി കണ്ടതിൽ വെച്ച് ഈ പേര് ഇനി ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഇനി ആ പേര് ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കണം. കാരണം ഈ ഭൂമി കണ്ട ഒരു ചതിയൻ്റെ പേരായും ഭൂമി കണ്ട ഒരു ഒറ്റുകാരൻ്റെ പേരായും ആ പേര് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് മുതൽ എല്ലാവരുടെ പേരിലും പ്രത്യേകിച്ച് അഡ്ജക്റ്റീവ് ഒന്നും ചേർത്തില്ല. പക്ഷെ ആ പേരിൽ മാത്രം എല്ലാ കാലവും വേദനയോടെ ഓർക്കാൻ തക്ക വിധത്തിൽ മാർക്കോസ് സുവിശേഷകൻ വളരെ ബോധപൂർവ്വം എഴുതി ചേർത്തു: യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. എന്തുകൊണ്ട് ഉള്ളു പിടഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. പഴയ നിയമത്തിൽ നമുക്ക് വായിച്ചിട്ടുണ്ട്, ദൈവം നമ്മളെയൊക്കെ പേര് ചൊല്ലിയാണ് വിളിച്ചത്. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മുടെയൊക്കെ പേരുകളുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുമ്പോൾ ഈ 12 ശിഷ്യന്മാരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കൃത്യമായി 12 പേരെയും പേര് ചൊല്ലി വിളിച്ച പോലെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ആ അഡ്ജക്റ്റീവോടെ ചേർക്കപ്പെട്ടത്? ഈ 12 പേരെയും വളരെ കൃത്യമായി സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ഇതുപോലെ എൻ്റെ പേരും അവൻ്റെ കണക്ക് പുസ്തകത്തിൽ കാണില്ലേ? ഇതുപോലെ ദൈവം ഏൽപ്പിച്ച വലിയൊരു നിയോഗം എന്നിലും ഫലമേൽപ്പിക്കപ്പെട്ടിട്ടില്ലേ? 12 പേരെയും വിളിച്ചപ്പോൾ ഒരേപോലെയാണ് ക്രിസ്തുനാഥൻ തൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. പക്ഷേ ഉള്ളിലെ മനസ്സാക്ഷി വല്ലാണ്ടൊരു കുത്തനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. കാര്യം ഈ 12 പേരും അവരുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ക്രിസ്തുവിനെ കൂടെയായിരിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ അവർ വീണുപോയി. പക്ഷേ വീഴ്ചയിൽ നിന്നൊക്കെ അവർ തിരിച്ചു വന്നു. പക്ഷേ ആ ഒരാൾക്ക് മാത്രം വരാൻ കഴിയാത്ത വിധത്തിൽ അയാൾ ആ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണം, നമ്മളുടെയും പേരുകൾ അവൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. പക്ഷേ ആ അഡ്ജക്റ്റീവ് നമ്മളുടെ പേരിൽ ചേർക്കപ്പെടുമോ? വലിയൊരു സാധ്യതയുമാണ്, വലിയൊരു വെല്ലുവിളിയുമാണ്. കുറച്ചും കൂടി നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ധ്യാനിക്കണം. അറിയില്ല എന്ന് പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ പിന്നീട് അവൻ ഏറ്റുപറഞ്ഞത് വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ ക്രിസ്തുവിനെയാണ്. പക്ഷേ ഒരാൾ ഒരിക്കൽ മാത്രം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ആ ഒറ്റിക്കൊടുക്കൽ എന്നേക്കുമായുള്ളൊരു തൂക്കുകയറിനാണ് കാരണമായി തീർന്നത്. നമ്മയും നാളെ ഈ ലോകം ഓർക്കും. ഓർക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തുമാത്രം ക്രിസ്തുവിന് വേണ്ടി ചെയ്തു തീർത്തു. അതല്ല, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ആ വിളിയുടെ നിയോഗം മനസ്സിലാക്കാതെ പോയ ഒരു യൂദാസിനെ പോലെ നമ്മുടെ പേരിന് മുമ്പിലും ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാകുമോ? കുറച്ചും കൂടി നമ്മെ തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. ആ ശിഷ്യഗണത്തിൽ എൻ്റെ പേരുമുണ്ട്. എൻ്റെ പേരിന് മുമ്പിൽ എന്തായിരിക്കും ഇനി കാലം എഴുതാൻ പോകുന്നത്? കുറച്ചും കൂടി നമ്മുടെയൊക്കെ നിയോഗങ്ങളെ ബോധപൂർവം ഒന്ന് ക്രമപ്പെടുത്തണമെന്ന് തോന്നുന്നു. അവൻ്റെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി എന്തിനാണോ ഞാൻ സഭയുടെ മുമ്പിൽ വാക്കുകൊടുത്തത്, അത് കുടുംബജീവിതമാണെങ്കിലും അത് പൗരോഹിത്യമാണെങ്കിലും അത് സന്യസ്ത ജീവിതമാണെങ്കിലും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ നിയോഗങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പെടുമ്പോൾ ഏറ്റവും അവസാനത്തെ പേര് എൻ്റെ പേരായിരിക്കും. ആ പേരിൽ ഒരു അഡ്ജക്റ്റീവും ഉണ്ടാകും. അത് എല്ലാ കാലവും വെറുപ്പോടെ നോക്കുന്ന ഒരു അഡ്ജക്റ്റീവായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ചൊല്ലി വിളിച്ചെന്നെ എന്റെ നാഥൻ സ്വന്തമാക്കി എന്താനന്ദം. എന്നും എന്നും ഇനി എന്നും എന്നും എൻ്റെ നാഥൻ കൂടെ ചേർന്നു നിന്നിടും ഞാൻ എന്താനന്ദം. എന്നും എന്നും ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി, ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി, സകല കൃപയും അരുളും ദേവൻ പാടി വണങ്ങിടാം
ആത്മാവിൽ ഞാൻ എന്റെ പേര് ചൊല്ലി വിളിച്ചെന്നെ എന്റെ നാഥൻ സ്വന്തമാക്കി എന്താനന്ദം. എന്നും എന്നും ഇനി എന്നും എന്നും എന്റെ നാഥൻ കൂടെ ചേർന്നു നിന്നിടും ഞാൻ എന്താനന്ദം. എന്നും എന്നും ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി സകല കൃപയും അരുളും ദൈവം വാഴ്ത്തിപ്പാടി വണങ്ങിടാം അവനെ ഇനിയും എന്നാത്മാവിൽ ഞാൻ. ഈശോയ്ക്കു ഞാൻ പ്രിയയല്ലയോ എൻ കാഴ്ചകൾ അവനല്ലയോ. ഈശോയ്ക്കു ഞാൻ പ്രിയയല്ലയോ എൻ കാഴ്ചകൾ അവനല്ലയോ. അവനായി ഞാൻ ബലിയേകിടും അതിദായകൻ ബലമേകിടും. അവന്റെ പാത തുടരാൻ എന്നാളും അവന്റെ സ്നേഹം നുകരാൻ ഇനി എന്നും വചനം മനസ്സിൽ ചേർത്തു വയ്ക്കും സകലവനിൽ നൽകിടും ഞാൻ. കനിവ് തരണേ എൻ ദൈവമേ അറിവിൻ പൊരുളേ ജ്ഞാനം തരണേ. അറിവിൻ പൊരുളേ ജ്ഞാനം തരണേ. അഖിലം നിന്നിലേകിടുന്നു എന്റെ പേര് ചൊല്ലി വിളിച്ചെന്നെ എന്റെ നാഥൻ സ്വന്തമാക്കി എന്താനന്ദം. എന്നും എന്നും ഇനി എന്നും എന്നും എന്റെ നാഥൻ കൂടെ ചേർന്നു നിന്നിടും ഞാൻ എന്താനന്ദം. എന്നും എന്നും ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി സകല കൃപയും അരുളും ദൈവം വാഴ്ത്തിപ്പാടി വണങ്ങിടാം അവനെ ഇനിയും എന്നാത്മാവിൽ ഞാൻ. അവനായി ഞാൻ ജീവിക്കുമേ സ്തുതിഗീതികൾ പാടിയിടുമേ. അവനായി ഞാൻ ജീവിക്കുമേ സ്തുതിഗീതികൾ പാടിയിടുമേ. വിശ്വാസത്തിൽ വളർന്നിടുമേ ആത്മാവിനാൽ നിറഞ്ഞിടുമേ. അവന്റെ പാത തുടരാൻ എന്നാളും അവന്റെ സ്നേഹം നുകരാൻ ഇനി എന്നും തളരും മനസ്സിൽ ശക്തി പകരാൻ തിരയും നെഞ്ചിൽ ജീവനേകാൻ പോയിടും ഞാൻ എന്നാഥനായി. അർത്ഥമേകും ജീവിതത്തിൽ അർത്ഥമേകും ജീവിതത്തിൽ സ്നേഹനാഥൻ കൃപയേകിടും. എന്റെ പേര് ചൊല്ലി വിളിച്ചെന്നെ എന്റെ നാഥൻ സ്വന്തമാക്കി എന്താനന്ദം. എന്നും എന്നും ഇനി എന്നും എന്നും എന്റെ നാഥൻ കൂടെ ചേർന്നു നിന്നിടും ഞാൻ എന്താനന്ദം. എന്നും എന്നും ദൈവമണയും സമയമായി കരുണ ചൊരിയും നേരമായി ദൈവമണയും സമയമായി കരുണ
കരുണയും